നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം കഴിഞ്ഞത് കൂടംകുളത്തേക്കായിരുന്നു ലോഡ്. ആ ലോഡ് ഇറക്കി. ഇനിയിപ്പം തൂത്തുക്കുടിയിൽ വന്നു. അവിടെ നിന്ന് ഇറക്കി ഇന്നലെ രാത്രി തൂത്തുക്കുടിയിൽ വന്നു. ഇന്ന് രാവിലെ തൂത്തുക്കുടിയിൽ നിന്ന് ലോഡ് എടുക്കാൻ വേണ്ടി അവർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ലോഡ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. എയർ കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. എയർ കഴിഞ്ഞിട്ട് ഇനി ഇപ്പം എം ടി ആണ് വണ്ടി. തൂത്തുക്കുടി പോയി ലോഡ് എടുക്കുന്നതിൻ്റെ ഇത് കാണും. ഓക്കെ, വണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതിൻ്റെ ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിക്കാം. ഇതാണ് പേപ്പറാണത്, വേസ്റ്റ് പേപ്പറാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കയറ്റിയിരിക്കുന്നത് പോയി. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന് യുവിന് മറയ്ക്കുന്ന മാതിരത്തെ ഒരു ഇതൊക്കെയാണ്. വണ്ടിയുടെ ഇനി പായിടണം. പായിട്ട് ബെൽറ്റ് ഇട്ട് കെട്ടണം. അതേമാതിരി ബെൽറ്റ് ഇടും. ഇത് എൻ്റെ ടൈറ്റനറാണ്. ടൈറ്റനർ കൊടുത്തിട്ടേക്കുന്നത് 9 ഉള്ളത്. ടൈറ്റനർ എനിക്ക് 11 വേണം ശരിക്കും. ബാക്കി കയറ് കെട്ടേണ്ടി വരും. ബെൽറ്റ് ഇട്ട് തന്നെ കെട്ടാന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊന്ന് ഇച്ചിരി കയറ്റിക്കൊണ്ടേ. എടാ താഴേക്ക് വിടരുത് കേട്ടോ. കാര്യം പറയാം. മേളിൽ കയറി താഴെ വിടരുത് കേട്ടോ. ആദ്യത്തെ ദിവസം വെറുതെ പണി ഉണ്ടാക്കി വെക്കണ്ട. നീ കമ്പിയൊക്കെ ഉള്ളതാ. ആമാ
വാ 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 പോരട്ടെ പോരട്ടെ പോരട്ടെ. ഓക്കെയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞു. വേ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടോ. വേ ബ്രിഡ്ജ് കഴിഞ്ഞു. പോരെ. പോന്നോ പോന്നോ പോന്നോ. ഒന്നും കാണാൻ പറ്റില്ല ഇതിനകത്ത്. അങ്ങനെ പോകട്ടെ, അത് കറക്റ്റായിട്ടാണ് പോണത്. ഇപ്പം ഇതേമാതിരി ഇച്ചിരി നേരെ ആയാൽ മതി വണ്ടി ഒന്ന്. ഓക്കെ, തിരിച്ചവിടം വരെ പോവാനാ. ഇറങ്ങി നിന്ന് നോക്കി ഓടിക്കേണ്ടി വരും വണ്ടി. ഇറങ്ങി നിന്ന് നോക്കി ഓടിക്കേണ്ടി വരും. அந்த சைடு கொஞ்சம் கீழே போனோம். பார்த்து பின்னாடி. அது கரெக்டு தானா. இனி கொஞ்சம் போகலாம், இனி கொஞ்சம் எடுத்துடுங்க. എടുത്തു തന്നെ നോക്കിയേ. ആമാ, പോട്ടെ 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 പോട്ടെ. കണ്ടോ, ഇങ്ങനെ എടുത്തു പോകേണ്ടത്. അവനൊന്ന് കണ്ടുകൂടാ, എന്നാലും അവൻ കഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോണ കണ്ടില്ലേ. നേരെ ആക്കണേ. ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്, ആ സൈഡിലേക്ക് പോണ്. അങ്ങോട്ട് പോയ വണ്ടിയുണ്ട്, അങ്ങോട്ട് പോയ വണ്ടിയുണ്ട്. നേരെ പോയ വണ്ടിയാ. നീ തിരിച്ചു കൊടുത്തോ ഇച്ചിരി ഒന്ന്. ഇല്ലില്ല, തിരിച്ചിങ്ങടാക്ക വണ്ടി. അത് തന്നെ, അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ. അങ്ങനെ തിരിച്ചുപിടിക്കല്ലേ തിരിച്ചുപിടിക്കല്ലേ. ആ, അങ്ങനെ പോട്ടെ 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 പോട്ടെ. അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ. ഇനി ഒന്നും ചെയ്യല്ലേ, കറക്റ്റായിട്ടാണ് പോണത്. ഇനി കുളമാക്കരുത്, നേരെ പൊക്കോട്ടെ. കാല് കൊടുത്ത വേണമെങ്കിൽ ഒറ്റടിക്കാൻ കാത്ത പൊക്കോ. അതന്നെ, കെടുത പോ 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 പോ. ക്രെയിൻ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കണ കാണാം.
കണ്ടെയ്നർ എടുക്കും ഇനി. നമസ്കാരം. അടുത്തൊരു ദിവസമാണ്, പുതിയ ദിവസം. പക്ഷേങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കാം. നാമക്കൽ വന്നിട്ട് ട്രെയിലറിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു പ്രാവശ്യം വന്ന് 5 ദിവസം ചെയ്തു. രണ്ടാമത് വന്ന് വീണ്ടും ഒരു 3 ദിവസം കൂടി ചെയ്തിട്ട് ഞാൻ പോയി വേറൊരു ടെസ്റ്റിന് പോയി. അത് പാസ്സായി. അപ്പം ഇതൊക്കെ സംഭവിച്ചത് നാമക്കൽ അശോക് ലൈലാൻഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ഈ ഒരൊറ്റ ട്രെയിനിങ്ങിൻ്റെ പേരിൽ ഞാൻ വന്ന് SVT വന്നിട്ട് ടെസ്റ്റ് കൊടുത്തു. അത് പാസ്സായി. അതിനുശേഷം ട്രെയിലറിൽ കയറി. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ട്രെയിലർ കൊണ്ട് നാമക്കൽ അശോക് ലൈലാൻഡ് ട്രെയിനിങ് സെൻറ്റർ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷത്തിലാണ്. കാണിച്ചു തരാം. ഇറങ്ങട്ടെ, വണ്ടി വരുന്നു. നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു. ഇവിടെയാണ് ഞാൻ ട്രെയിനിങ് എടുത്തത്. ഇതാണ് അശോക് ലൈലാൻഡ് ട്രെയിനിങ് സെൻറ്റർ. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ ട്രെയിനിങ് എടുത്തത്. ഈ വണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ലോഡ് കൊണ്ടുവന്നു. ഇപ്പം വീരമണി സാറിനെ വിളിച്ചു വാങ്ങണമെന്ന്. ആളുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് ട്രെയിനിങ് സെൻറ്റർ. നിങ്ങളെല്ലാവരും പറയും നമ്മൾ എൻ്റെ കൂടെ വരാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ നേരെ SVT പോയിട്ട് ടെസ്റ്റ് കൊടുത്തിട്ട് പാസ്സായിട്ട് വണ്ടിക്കകത്ത് കയറുക എന്നുള്ള കാര്യമാണ് പറയണത്. അതിന് മെയിനായിട്ടുള്ള മാർഗം നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ റൂമുണ്ട്. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ റൂമെന്ന് എഴുതി കാണാൻ പറ്റും. എവിടെയോ ഉണ്ട്. അതെ, ഒരു നീല ബോർഡ് കാണുന്നുണ്ടോ? ഇതാണ് റൂം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഇവിടെ വരിക, ട്രെയിനിങ് എടുക്കുക. ഒരു 5 ദിവസത്തെ ട്രെയിനിങ് നാമക്കൽ വന്ന് ട്രെയിനിങ് എടുക്കുക. ട്രെയിനിങ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിലർ ഓടിക്കാനായിട്ട് ഉള്ള ഒരു കോൺഫിഡൻസ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പറയാൻ പറ്റും. നമ്മുടെ SVT തന്നെ 9B ഈ വണ്ടിക്കകത്ത് കയറി. നാമക്കൽ വന്നിട്ട് ഈ വണ്ടിക്കകത്ത് കയറിയാൽ 9B എന്നുള്ള നമ്പറിൽ. എന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങുക. 9Bയിൽ 9Aയിലൊക്കെ കയറിയിട്ട് ഈ നാമക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇറങ്ങും. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അകത്ത് കയറുക. തിങ്കളാഴ്ച രാവിലെ 8 മണിയാകുമ്പോഴാണ് ട്രെയിനിങ് തുടങ്ങുക. ഓക്കെ, തിങ്കളാഴ്ച രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടെ ട്രെയിനിങ് തുടങ്ങും. തിങ്കളാഴ്ച ക്ക് മുന്നേ, അതായത് എന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റൂമിൻ്റെ, എൻ്റെ വീഡിയോ തന്നെ ഉണ്ട് ഈ റൂമിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ റൂമിൻ്റെ. അത് നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടുത്തെ നമ്പർ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇവിടുത്തെ ഈ അശോക് ലൈലാൻഡിലെ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട്. അത് തിങ്കളാഴ്ച തൊട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ട്രെയിനിങ് എല്ലാ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയാണ്. അപ്പം ഇതിപ്പോൾ പൊങ്കലതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ അവധിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും സ്റ്റാർട്ടാകും, തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ.
അപ്പോൾ അതിന് വന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിലർ ഓടിക്കാനുള്ള ഒരു പരിചയം എടുക്കാൻ പറ്റും. അതിന് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് വേണം. ഹെവി ലൈസൻസ് ഉള്ളവർ വന്നു കഴിഞ്ഞാൽ, ഒന്നും കൂടി പറഞ്ഞു തരികയാണ്, ഹെവി ലൈസൻസ് ഉള്ളവരിവിടെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ട് ഹെവിയുടെ. ആ ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രെയിലറിനുള്ള ട്രെയിനിങ് തരും. 5 ദിവസം ട്രെയിലർ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ട്രെയിലർ മുന്നോട്ടും പുറകോട്ടും ഓടിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇനി അതായില്ലാന്നെങ്കിൽ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 5 ദിവസത്തേക്ക് ഇതിന് 7500 രൂപയാണ് ഇവിടെ ചാർജ് വരിക. അവിടെ റൂം എടുക്കുന്നതിന് 250 രൂപ ഒരു ദിവസം വെച്ചിട്ട് 750 രൂപ അതും വരും. അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 10 രൂപയ്ക്കകത്ത് കഴിയും. പിന്നെ പോക്കുവരവിൻ്റെ ചിലവും കൂടി മതിയാവും. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിലറിൻ്റെ ട്രെയിനിങ് എടുക്കാൻ പറ്റും. ട്രെയിലർ ഓടിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ലൈസൻസിൻ്റെ ആവശ്യമൊന്നും തമിഴ്നാട്ടിലൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹെവി ഉണ്ടോ, എത്ര വർഷത്തെ ഹെവി എടുത്തിട്ട് എത്ര വർഷമായി എക്സ്പീരിയൻസ് എന്നുള്ളത് ചോദിക്കുള്ളൂ. ഒരു 3-4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ SVTയിലൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേമാതിരി ട്രെയിനിങ് എടുക്കുക. ട്രെയിനിങ് എടുത്തതിന് ശേഷം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ, ഉറപ്പായിട്ടും നമുക്ക് ട്രെയിലറിൻ്റെ ഇത് തരാൻ പറ്റും. ഓക്കെ, ഒരു ജോലി എന്നുള്ള രീതിയിൽ തന്നെ ഇത് നോക്കാൻ പറ്റും. 50,000 തൊട്ട് ഒരു 70,000 രൂപ വരെ നമുക്ക് എല്ലാ മാസവും ബാറ്റ കിട്ടും. നമുക്ക് സാലറി എന്നുള്ളൊരു കണക്ക് തന്നെ കിട്ടുന്ന മാതിരി 50,000 തൊട്ട് 70,000 രൂപ വരെ നമുക്ക് ഇതിനകത്തൊരു ഏണിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്യുക. ഇതിനൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, അപ്പോൾ ഇതാണ് അശോക് ലൈലാൻഡ് ട്രെയിനിങ് സെൻറ്റർ. വീണ്ടും ഇവിടെ നിന്ന് പോകുന്നു. എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണം. അടുത്ത ദിവസമാണ്. അപ്പം ഞാനാണെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് പേപ്പർ കയറ്റിയായിരുന്നു. അതിനുശേഷം ഹൊസൂർ കൊണ്ടുവന്ന പേപ്പർ ഇറക്കി. കാലിയായി, വണ്ടി കാലിയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം തൂത്തുക്കുടിയിൽ നിന്ന് കയറ്റിയത് ഹൊസൂരിൽ ഇറക്കിയിട്ട് ഹൊസൂരിൽ നിന്ന് ഞാനിപ്പം ബെല്ലാരിക്ക് കാലിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ബെല്ലാരി പോയി, ബെല്ലാരിയിൽ നിന്ന് TMT അല്ലെന്നുണ്ടെങ്കിൽ കോയിലായിരിക്കും കയറ്റുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് ബില്ല് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ബെല്ലാരി ചെന്ന് ലോഡ് കയറ്റി ബില്ല് കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇനിയും ചിലപ്പോൾ ഒരു 1-2 ദിവസം എടുക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ ഞാൻ ബെല്ലാരിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബെല്ലാരി മെയിൻ റൂട്ടിലാണ് ഇപ്പോൾ ഇപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത്. ഞാൻ ഹൊസൂരിൽ നിന്ന് ഈ 250-260 കിലോമീറ്ററോളം ഞാൻ ഓടിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ബാക്കിയുള്ള ഒരു 100 സംതിങ് കിലോമീറ്ററാണ് ഉള്ളത്. 240 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ടെന്ന് തോന്നി. ഞാൻ 160 കിലോമീറ്റർ സംതിങ് ഉണ്ട്, 170 കിലോമീറ്ററോളം ഉണ്ട് ഇനി ഓടാനായിട്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇനിയിപ്പം നെക്സ്റ്റ് ഇതേമാതിരി ബെല്ലാരി JSW സ്റ്റീലിൽ പ്ലാന്റിൽ നിന്നാണ് ഇനി എടുക്കുന്നത്. ഈ റോഡ് ഭയങ്കര രസം കാണാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തത്. നല്ല ഉഗ്രം 4 ലൈൻ റോഡാണ്. കാണിച്ചു തരാം മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, പിന്നെ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റോഡാണ്. അതേമാതിരി റോഡിൻ്റെ നടുക്ക് ഡിവൈഡറിലാണെങ്കിൽ നോക്കി നമ്മുടെ എയർപോർട്ട് റോഡിലുള്ള മാതിരി തന്നെ പല പല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കൊച്ചി എയർപോർട്ട് റോഡിലുള്ള മാതിരി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഹൈവേയിൽ ഒരു നല്ലോണമൊക്കെ തന്നെ ചെടിയൊക്കെ വെച്ച് നല്ല രസം കാണാൻ. ഇതേമാതിരി കടുകിൻ്റെ പാടം ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് കേട്ടോ. തക്കാളി, തക്കാളിയുടെ അങ്ങ് ഇഷ്ടംപോലെ കൃഷിയാണ്, തക്കാളി കൃഷി. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഇക്ക ഉണ്ടായിരുന്നല്ലോ. ഇക്ക കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിറച്ച് തക്കാളിയാണ്. ഇങ്ങനെ
ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 100 കിലോമീറ്റർ വണ്ടി ഓടാനുണ്ട്. ഇനി നോക്കട്ടെ എന്താ കാണാൻ കഴിയും. നമ്മുടെ തന്നെ വണ്ടികൾ വേറെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് തിരിച്ച്. ഇതാണെങ്കിൽ ഇനിയിപ്പോൾ ബെല്ലാരി ചെന്നിട്ടാണെങ്കിലും ബെല്ലാരി എനിക്കാണെങ്കിൽ ലോ ബീം ഒരെണ്ണം ലോ ബീം ഹൈ ബീം വർക്ക് ചെയ്യുന്നില്ല. ഒരു പോയിന്റിൽ റൈറ്റ് സൈഡിൽ ലോ ബീം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഹൈ ബീം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് ശരിയാക്കണം. ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് അത് റെഡിയാക്കാനുണ്ട്. എന്നാലേ വണ്ടിയകത്ത് കയറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ഈ വണ്ടികൾ ഓക്കെയാണ്. ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ടയർ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് കാണിച്ചു നോക്കണം എന്താണ് അവർ പറയണമെന്നുള്ളത്. അവിടെ ഇതിന് ഓഫീസുണ്ട്, നമ്മുടെ ഒരു ഓഫീസുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ടൈം ഞങ്ങൾ കൊണ്ട് നിർത്തിയത് ഈ ടോളിൻ്റെ അവിടെയായിരുന്നു. ഈ ടോളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് ഇവിടെ വെച്ച് വണ്ടി സ്റ്റാർട്ടായില്ലായിരുന്നു. അതുകൊണ്ട് ബാറ്ററി മുത്തു എന്ന് പറഞ്ഞ വേറെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബാറ്ററിയൊക്കെ മാറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തന്ന് അങ്ങനെ പോവുക ചെയ്തത്. ഓക്കെ, ബെല്ലാരി കഴിഞ്ഞിട്ട് പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണ് ഹൂബ്ലി. ഞങ്ങൾ ഇതിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, ടെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അതിന് ഹൂബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയി. അപ്പോൾ അത് ബെല്ലാരിയും കഴിഞ്ഞ് പിന്നെയും പോകണം ഹൂബ്ലി. ഓക്കെ, ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ പ്രാവശ്യം കൂടെ ഒരാളുമില്ല. എൻ്റെ കൂട്ടത്തിൽ ആളില്ല. കൂടെ ഉണ്ടായിരുന്ന 2 വണ്ടിക്കാർ അത് അവിടെ നിന്നു. ഇനി അവിടെ നിന്ന് കുളിച്ച് നനച്ചൊക്കെ ഒരു ദാബയെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് കുളിച്ച് നനച്ച് അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ അവർ വരുന്നുള്ളൂ. ഞാൻ അത്രയും വെയിറ്റ് ചെയ്തതിന് ശരിയാവില്ല. അവർ ശമ്പളത്തിന് ഓടുന്നതാണ്, ഞാനാണെങ്കിൽ ബാറ്റയ്ക്ക് ഓടുന്നത്. അതായത് എനിക്ക് 14% ബാറ്റയാണ് ഓടുന്നതിന്. അപ്പം അവർക്ക് ഓടിയാലും ഓടിയില്ലെങ്കിലും അവരുടെ പൈസ കിട്ടും. ഞാൻ വണ്ടി ഓടിച്ചാലേ പൈസ കിട്ടുള്ളൂ. പക്ഷെ അവരിലും കൂടുതലായിരിക്കും എൻ്റെ സാലറി വരുന്നത്. അവർക്ക് വന്നിട്ട് 38,000 രൂപ തൊട്ട് 40,000 രൂപ 42,000 രൂപ അങ്ങനെയൊക്കെയാണ് സാലറി വരിക. 42,000 രൂപയാണ് സാലറി പറയണത്. പക്ഷെ ചിലവർക്കൊക്കെ ഈ പറഞ്ഞ മാതിരി കള്ളപ്പണി എടുക്കുന്നവർക്ക് പൈസ മുഴുവൻ കൊടുക്കൂല. അതവർക്ക് അറിയാം എന്താ ചെയ്യുന്നതെന്നൊക്കെ. അതുകൊണ്ട് അപ്പം നിലവിൽ വണ്ടി ഓടി നിന്നാലേ സംഭവം ശരിയാവുള്ളൂ. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വീഡിയോയിൽ കൂടെ ഇതിനകത്തൂടെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. അപ്പം നിങ്ങൾ ആരെയും ഇതേമാതിരി ട്രെയിലർ ഓടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ട്രെയിലർ ഓടിക്കാൻ അറിയില്ല, നിലവിൽ ഹെവി ലൈസൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് അറിയേണ്ടത്. അതായത് നാമക്കൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ് സെൻറ്റർ ഉണ്ടെന്ന്. അവിടെ പോവുക, അവിടെ നിന്ന് ട്രെയിനിങ് എടുക്കുക. 5 ദിവസത്തെ ട്രെയിനിങ് എടുത്തിട്ട് വണ്ടി മുന്നോട്ടും പുറകോട്ടും ഓടിക്കാനുള്ളത്. പിന്നെ എക്സ് മാതിരി വൈ മാതിരി അതേമാതിരി എല്ല് 90 ഡിഗ്രി പാർക്കിങ് ഇതെല്ലാം അവിടെ പഠിപ്പിക്കും. ഇതെല്ലാം പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു
ഐഡിയ കിട്ടും, വണ്ടി ഈ ട്രെയിലർ ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ആവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് വെറുതെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ SVT വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി കിട്ടും. ഇതാണ് ഒരു രീതി, അല്ലാതെ ഒരാളുടെ കൂടെ പോകണമെന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല. ഓക്കെ, ഇവിടെ തിരക്കായി ഇപ്പം. ഓക്കെ, സിംഗിൾ ലൈൻ റോഡായി. ഇനി ഇത് പറ്റൂല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ശേഷം ഈ പറഞ്ഞ മാതിരി എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ജോലിക്ക് കയറാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തരാൻ പറ്റും. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ചെന്നത് അവിടെയും ടെസ്റ്റ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതേമാതിരി ഹെവി വണ്ടികളൊന്നും ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 10 വീലിൻ്റെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ ഈ ട്രെയിലറിൻ്റെ ട്രെയിനിങ് എടുത്ത് പാസ്സാകുന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിങ്ങൾക്ക് ഈ ട്രെയിലറിനകത്ത് കയറാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വണ്ടി ഓടിക്കും, ഇപ്പോൾ കാറൊക്കെ ഓടിച്ചവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ കാറൊക്കെ ഓടിച്ച് വല്ലപ്പോഴൊക്കെ ഓടിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവിടെ പോയിട്ട് ടെസ്റ്റ് പാസ്സാകുക. ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ ആരുടെങ്കിലും കൂടെ പോകാനുള്ളൊരു സെറ്റപ്പ് അവിടെ നിന്ന് ഉണ്ടാക്കി തരും. ഒരാഴ്ച, ഒരു 10 ദിവസം 15 ദിവസവും ആരെങ്കിലും കൂടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വണ്ടി എടുത്ത് ഓടാനുള്ള ഒരു കപ്പാസിറ്റി വരും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള രീതി. അല്ലാതെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതേമാതിരി ചേട്ടന് ഫ്രീ ആണോ, ചേട്ടൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. ഞാൻ കമ്പനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ആരെയും കൂടെ കമ്പനി അറിയാതെ കയറ്റാൻ പറ്റില്ല. കാരണം വഴി നീളെ വേറെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുക, അവരിതേമാതിരി പറയും ഇന്ന വണ്ടിയിൽ വേറെ ആളെ കണ്ടല്ലോ എന്നുള്ളത്. നമുക്ക് വേറെ ആളെയും വണ്ടിക്കകത്ത് കയറ്റാൻ പാടില്ല കമ്പനി അറിയാണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്കുള്ള എങ്ങനെ ട്രെയിലറിന് ഒരു ഡ്രൈവറാകാൻ പറ്റും, അല്ലെങ്കിൽ ട്രെയിനിങ്ങോടുകൂടി എങ്ങനെ ഒരു ഡ്രൈവറാകാൻ പറ്റും എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടിയാണ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി വണ്ടി എടുത്ത് ഓടിച്ച് ഞാൻ ഈ ട്രെയിലറുമായിട്ട് ഈ അശോക് ലൈലാൻഡ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തായിരുന്നു. അതിനകത്ത് ഇത് തന്നെ പറയുന്നുണ്ട്, ഇതേ വീഡിയോക്കകത്ത് കാണുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ വീരമണി സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പറഞ്ഞ് നന്നായിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിർത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ ട്രെയിനിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ കോൺടാക്ട് നമ്പർ തരുന്നതിനൊപ്പം തന്നെ അവിടെ സാറിൻ്റെ അടുത്ത് പറയാം ഇതേമാതിരി പരിചയമുള്ള ആളാണ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചെല്ലുന്ന ഇതൊന്നും കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിലാകാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം വീഡിയോ കണ്ടവർ എല്ലാവർക്കും നല്ല ഒരു നന്ദി. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്കൊരു പ്രചോദനമാകുന്നത്. എപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടി നിൽക്കുമ്പോൾ ഇതേമാതിരി നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യപ്പെടും. അതേമാതിരി തന്നെ പുതിയ ഗാഡ്ജറ്റ് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ പല വിഷയങ്ങളുണ്ടല്ലോ, നമുക്ക് പൈസയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ടാണ് പലതും നടക്കാത്തത്. അപ്പം സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. നമ്മൾ വീഡിയോകളും നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. കൂടുതൽ ഇതിനകത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കിട്ടും, നമുക്ക് സമയം കിട്ടും. അപ്പം നല്ല നല്ല വീഡിയോകൾ ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.